നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആഗോള സമൂഹ മാധ്യമ ഭീമൻ മെറ്റയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ ദിവസം ദില്ലിയിലെത്തിയിരുന്നു. ദില്ലിയിൽ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകാനായിട്ടാണ് മെറ്റയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ അനുവാദമില്ലാതെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെറ്റയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയത്. സത്യത്തിൽ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ നിഷികാന്ത് ദൂബെ MP നിഷികാന്ത് ദൂബെ ആയിരുന്നു. അദ്ദേഹം ഈ മെറ്റയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ ഈ യോഗത്തിൽ അല്ലെങ്കിൽ അവർക്ക് മുന്നിൽ ഹാജരായ ഉദ്യോഗസ്ഥരെ വറുത്തുകോരി എന്നാണ് മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിച്ചത്. അതായത് നിരന്തരം ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചുകൊണ്ടിരുന്നു. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ നിർണായകമായ നിമിഷങ്ങളിൽ ഇങ്ങനെ ഫേസ്ബുക്കിൽ നിന്നും അപ്രത്യക്ഷമായി പോയത് എന്ന ചോദ്യമായിരുന്നു ഈ പ്രധാനമായിട്ടും അദ്ദേഹം ഈ സംഘത്തിന് മുന്നിൽ വച്ചത്. എന്തായാലും അവർ പറയുന്നത് ഇതൊരു സാങ്കേതിക തകരാർ മാത്രമാണ്, ഇതിനുള്ളിൽ ഇടപെടലുകളൊന്നും നടത്തിയിട്ടില്ല എന്നാണ്. എന്തായാലും ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 3-ാം തീയതിയാണ് ഈ ഉന്നത ഉദ്യോഗസ്ഥ തല സംഘം പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരായത്, അവിടെ വന്ന് ഓച്ചാനിച്ച് നിന്നത്. മാത്രമല്ല 3-ാം തീയതിത്തെ ഈ ഗ്രില്ലിങ്ങോടുകൂടി നടപടികൾ അവസാനിച്ചില്ല. ഇന്ത്യ ഗവൺമെൻറ് വിവിധ ഗവൺമെൻറ് മന്ത്രാലയങ്ങൾ അവർ ഈ 5-ാം തീയതിയും 6-ാം തീയതിയും മെറ്റയുടെ ഈ സംഘത്തെ വിളിച്ചു വരുത്തി വിവിധ കാര്യങ്ങളിൽ ഇവരോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വീഡിയോ നീക്കം ചെയ്തത് മാത്രമല്ല, പക്ഷേ പ്രധാനമന്ത്രിയുടെ വീഡിയോ നീക്കം ചെയ്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം CJPയുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ സമരം നടക്കുകയാണ്. CJP ഈ യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രൊപ്പഗാൻഡ നടത്തുന്നുണ്ട്. അവർ ഈ സമൂഹ മാധ്യമങ്ങളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രചരണമാണ് നടത്തുന്നത്. രാജ്യമെമ്പാടും വലിയ രീതിയിലുള്ള അക്രമത്തിന് അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ ആഹ്വാനം ചെയ്തു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് കേന്ദ്ര സർക്കാർ അവരുടെ 3 ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് സമരം അവസാനിപ്പിച്ചത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഈ CJPയുടേത് ഒരു വലിയ അജണ്ടയാണ്, രാജ്യത്തിനെതിരായിട്ടുള്ള അജണ്ടയാണ് എന്നാണ് കേന്ദ്ര സർക്കാർ വിശ്വസിക്കുന്നത്. കാരണം ബംഗ്ലാദേശിൽ ഇത്തരമൊരു നേതാവിനെയും ഇത്തരമൊരു കലാപത്തെയും ഒക്കെ രൂപപ്പെടുത്തുന്നതിൽ ചില വിദേശ ശക്തികൾ വിജയിച്ചിരുന്നു. നേപ്പാളിലും അതുതന്നെയാണ് സംഭവിച്ചത്. അതേ മാതൃകയിൽ നേപ്പാൾ മോഡലിൽ നമ്മൾ ഇന്ത്യയിലും കലാപം ഉണ്ടാക്കുമെന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടാണ് CJP ഈ സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇതിനെ നേരിടേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരാവശ്യമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തൻ്റെ ചുമലിൽ ഏറ്റെടുക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഈ ഇൻസ്റ്റഗ്രാമിലൂടെ യുവാക്കളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇൻസ്റ്റഗ്രാം വീഡിയോകൾക്ക് മില്യൺ കണക്കിന് വ്യൂവേഴ്സ് ആണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു മാറ്റം വരുത്തുകയായിരുന്നു, വലിയൊരു ഗെയിം ചേഞ്ചർ ആവുകയായിരുന്നു. ഈ കഴിഞ്ഞ ജൂലൈ മാസം 23-ാം തീയതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ ഭാഗം വിശദീകരിച്ചുകൊണ്ട്, അതായത് രാജ്യത്തെ യുവാക്കളോട് അല്ലെങ്കിൽ രാജ്യത്തെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് തൻ്റെ സർക്കാരിന് കീഴിൽ അവരുടെ ഭാവി എത്രമാത്രം സുരക്ഷിതമാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു. എന്തൊക്കെ നടപടികളാണ് ഈ പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് എന്നതൊക്കെ അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും വലിയ വീഴ്ചയുണ്ടായിരുന്നു. ആ വീഴ്ച എന്ന് പറയുന്നത് ചോദ്യപേപ്പർ ലീക്ക് തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നു. ഈ വലിയ രീതിയിലുള്ള യുവജന പ്രക്ഷോഭം അത് പലയിടങ്ങളിലും അക്രമാസക്തമാകുന്നു. ഈ സാഹചര്യത്തിൽ യുവാക്കളോട് നേരിട്ട് കാര്യങ്ങൾ വിശദീകരിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിച്ചത്. അതായത് ഈ പറയുന്ന CJPയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു കലാപമാണ് എങ്കിൽ ആ കലാപത്തെ നേരിടാനുള്ള വാക്കുകളായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ വീഡിയോയിലൂടെ നടത്തിയത്. എന്നാൽ ആ വീഡിയോ തന്നെ ഒരു സുപ്രധാന ഘട്ടത്തിൽ വെച്ച് ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഈ ജൂലൈ മാസം 23-ന് വീഡിയോ ഇടുന്നു, 300-ലധികം വ്യൂവേഴ്സ് അത് കാണുന്നു. അതിനുശേഷം ഫേസ്ബുക്കിൽ നിന്നും ഏതാണ്ട് 5 മുതൽ 6 മണിക്കൂറുകൾ വരെ ഇന്ത്യയിലെ പ്രേക്ഷകർക്ക് അപ്രത്യക്ഷമാകുന്നു. മറ്റു രാജ്യങ്ങളിൽ അത് ലഭിക്കുമായിരുന്നു. ഇന്ത്യയിൽ നിന്നും ആ വീഡിയോ കാണാൻ ശ്രമിച്ചവർക്ക് മെറ്റ നൽകിയ അല്ലെങ്കിൽ ഫേസ്ബുക്ക് നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് ഈ വീഡിയോയ്ക്ക് പിന്നിൽ ഒരു നോട്ടീസുണ്ട്, ഒരു ലീഗൽ നോട്ടീസുണ്ട്, ഒരു പരാതി നിയമപരമായി ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ വീഡിയോ ഞങ്ങൾ റിമൂവ് ചെയ്യുന്നു എന്ന സന്ദേശമാണ് ഫേസ്ബുക്ക് നൽകിയത്. പക്ഷേ അന്വേഷണത്തിൽ അത്തരമൊരു പരാതിയൊന്നും ലഭിച്ചിട്ടില്ല എന്ന് കണ്ടെത്തുകയായിരുന്നു. പിന്നീട് ഫേസ്ബുക്ക് തങ്ങളുടെ ഒരു സാങ്കേതിക പിഴവാണ് ഇതിന് കാരണം, ഈ അൽഗോരിതത്തിൽ ഉള്ള ഒരു AI ബോട്ടാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി നടത്തിയത്
എന്നൊക്കെ പറഞ്ഞ് വിശദീകരിക്കാനാണ് ഫേസ്ബുക്ക് ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് 5 മുതൽ 6 മണിക്കൂറുകൾ വരെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ രാജ്യം കേൾക്കാതിരിക്കാനായി ബോധപൂർവം ഫേസ്ബുക്ക് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്നാണ് കേന്ദ്ര സർക്കാർ ആരോപിക്കുന്നത്. അങ്ങനെയാണ് ഈ ഉന്നത ഉദ്യോഗസ്ഥർ, മെറ്റയുടെ ഉന്നത ഉദ്യോഗസ്ഥർ വന്നത്. നിർവ്യാജ മാപ്പ് പറയണം, ഈ മെറ്റയുടെ മേധാവി സക്കർബർഗ് തന്നെ നിർവ്യാജ മാപ്പ് പറയണമെന്ന ആവശ്യമാണ് പാർലമെന്ററി കമ്മിറ്റി അംഗീകരിച്ചത്, അല്ലെങ്കിൽ പാർലമെന്ററി കമ്മിറ്റി പറഞ്ഞത്. അതനുസരിച്ച് മണിക്കൂറുകൾക്കകം തന്നെ ഈ ഫേസ്ബുക്ക് മേധാവിയുടെ മാപ്പപേക്ഷ എത്തി. സാങ്കേതിക കാരണങ്ങളാണ് എന്നാണ് അതിലും പറഞ്ഞിരുന്നത്. അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിജയമാണ് എന്ന് പാർലമെന്ററി കമ്മിറ്റി വിലയിരുത്തിയിരുന്നു. പക്ഷേ ഇതുകൊണ്ടൊക്കെ കാര്യങ്ങൾ അവസാനിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഇന്നത്തെ ഉയർന്നു വരുന്ന ചില സൂചനകൾ അനുസരിച്ച് ഫേസ്ബുക്കിനെതിരെ നടപടി കേന്ദ്രം അവസാനിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഒരുപക്ഷെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഫേസ്ബുക്കിൻ്റെ ഭാഗം കേട്ടിരിക്കാം, മാത്രമല്ല വിവിധ മന്ത്രാലയങ്ങൾ ഫേസ്ബുക്കിൻ്റെ ഭാഗം കേട്ടിരിക്കാം. പക്ഷേ കേന്ദ്ര സർക്കാർ ഇതിനെ വിലയിരുത്തുന്നത് ഇത് രാജ്യത്തിനെതിരായ വലിയ ഗൂഢാലോചനയാണ് എന്ന് തന്നെയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിക്കാനായി സാങ്കേതിക വിദ്യയും സമൂഹ മാധ്യമങ്ങളും ഉപയോഗിച്ചെന്നും സമൂഹ മാധ്യമങ്ങളിൽ ഫേസ്ബുക്ക് പോലെയുള്ളവ അതിന് കൂട്ടുനിന്നു എന്നുമൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ മാപ്പപേക്ഷ അത് ഇൻസഫിഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ വിശദീകരണം തൃപ്തികരമല്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വിലയിരുത്തിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഫേസ്ബുക്കിന് നേരെ കൂടുതൽ നടപടി വരും എന്നാണ്. അതായത് ഫേസ്ബുക്ക് കണ്ടന്റുകൾക്ക് മേൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ ആ കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നവൻ മാത്രമാണ് നിയമ നടപടിക്ക് വിധേയനാകേണ്ടത്. ഫേസ്ബുക്ക് എന്ന കമ്പനി ആ നിയമ നടപടിക്ക് വിധേയമാകേണ്ടതില്ല എന്നതാണ് ഇതുവരെയുള്ള ഫേസ്ബുക്കിൻ്റെ സ്റ്റാറ്റസ്. ഫേസ്ബുക്കിനെ നമ്മൾ അതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ആ സ്റ്റാറ്റസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതിലുയരുന്ന ഓരോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഫേസ്ബുക്ക് എന്ന കമ്പനി മറുപടി പറയേണ്ടി വരും എന്ന സാഹചര്യത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് അധികൃതർ പരമാവധി കേന്ദ്ര സർക്കാരിന് മുമ്പിൽ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് പാർലമെന്ററി കമ്മിറ്റിക്ക് മുന്നിൽ നിന്നുരുകി, മാത്രമല്ല വിവിധ സർക്കാർ മന്ത്രാലയങ്ങളുടെ പ്രതിനിധികൾക്ക് മുന്നിലും നിന്നുരുകി. ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ ആ വീഡിയോ സാങ്കേതിക തകരാറുകൾ കാരണമാണ് ഡിലീറ്റായി പോയത് എന്ന് വിശദീകരിക്കുമ്പോഴും മറ്റു ചോദ്യങ്ങൾക്ക് ഫേസ്ബുക്കിന് ഉത്തരമില്ലായിരുന്നു. അതായത് ചില പ്രത്യേക കണ്ടന്റുകൾ, ചില പ്രത്യേക രാഷ്ട്രീയം പറയുന്ന കണ്ടന്റുകൾക്ക് ഫേസ്ബുക്ക് വലിയ രീതിയിൽ പ്രൊമോഷൻ നൽകുന്നു. പണം വാങ്ങിയിട്ടാണ് കോടിക്കണക്കിന് രൂപ ഈ ഫേസ്ബുക്കിലേക്ക് പമ്പ് ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിലൊരു വലിയ പ്രചരണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിൻ്റെ അൽഗോരിതം നീതിയുക്തമാകണമെന്നും അതിൻ്റെ കൂടുതൽ വിവരങ്ങളും സർക്കാർ ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഇന്ത്യൻ സംസ്കാരത്തിന് യോജ്യമല്ലാത്ത രീതിയിൽ കുട്ടികളെ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ചില കണ്ടന്റുകൾ ഫേസ്ബുക്കിൽ നിരന്തരം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അത് ഇന്ത്യൻ നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതിനൊന്നും ഫേസ്ബുക്കിന് ഉത്തരമില്ലാത്ത സ്ഥിതി വരുന്നു. ഫേസ്ബുക്ക് അതെല്ലാം സമ്മതിക്കുന്നു. ഇത്തരം കണ്ടന്റുകൾ പോയിട്ടുണ്ട്, അത് ഇന്ത്യൻ നിയമത്തിന് വിരുദ്ധമാണ് എന്ന് സമ്മതിക്കുന്നു. ഇനി അത്തരം കണ്ടന്റുകൾ ഉണ്ടാവില്ല എന്ന് സമ്മതിക്കുന്നു. മാത്രമല്ല ഈ പറയുന്നത് പോലെ ഈ പണം വാങ്ങി, കോടിക്കണക്കിന് രൂപ വാങ്ങി ഒരു പ്രത്യേക രാഷ്ട്രീയം പറയുന്ന ആ ഒരു പോസ്റ്റുകളെ, അത്തരത്തിലുള്ള പ്രചരണങ്ങളെ ഫേസ്ബുക്ക് പിന്തുണച്ചിട്ടുണ്ട്, അൽഗോരിതം പിന്തുണച്ചിട്ടുണ്ട് എന്നവർ സമ്മതിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ ഡിലീറ്റ് ആവുകയും ചെയ്യുന്നു. അതായത് അതിൻ്റെ മറുഭാഗം പറയുന്ന പ്രധാനമന്ത്രിയുടെ വീഡിയോ 6 മണിക്കൂറത്തേക്ക് ഇന്ത്യയിലുള്ള ആർക്കും കാണാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരികയും ചെയ്തു. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. ഈ സമൂഹ മാധ്യമ കമ്പനികൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടുകയാണ് എന്നൊരു നീക്കമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത്. ഫേസ്ബുക്കിനെതിരെ നടപടികൾ എന്നതിനു പുറമെ ഭാവിയിൽ ഇനി ഒരു സമൂഹ മാധ്യമ കമ്പനിയും ഇത്തരത്തിൽ പെരുമാറാൻ പാടില്ല, ഇത്തരത്തിലൊരു പ്രവർത്തനം ഇന്ത്യയിൽ നടത്താൻ പാടില്ല. ഇന്ത്യയിലേത് ഒരു വലിയ ജനാധിപത്യ സംവിധാനമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഈ ജനാധിപത്യത്തിന് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ അത് വിദേശത്ത് നിന്നുള്ള ആക്രമണങ്ങളാണ്. ചില സംഘടനകൾ, ചില രാജ്യങ്ങൾ ഒക്കെ ഇതിന് പിന്നിലുണ്ട് എന്നിപ്പോൾ വ്യക്തമാവുകയാണ്. കാരണം കോടിക്കണക്കിന് രൂപയാണ് സമൂഹ മാധ്യമങ്ങൾക്ക് നൽകി. നമുക്കറിയാം ഫേസ്ബുക്കിൻ്റെ മേധാവിക്ക് പണത്തിന് കുറവൊന്നുമില്ല. അദ്ദേഹം ദിനംപ്രതി കോടിക്കണക്കിന് ഡോളർ സമ്പാദിക്കുന്ന മനുഷ്യനാണ്. ഇയാളെ വിലക്കെടുക്കണമെങ്കിൽ തീർച്ചയായും അത്രമാത്രം കോടികൾ ചെലവാക്കിയിട്ടുണ്ടാകും. സമൂഹ മാധ്യമങ്ങളിൽ ഈ പോസ്റ്റ് ബൂസ്റ്റ് ചെയ്യുന്നത് അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് കോടികൾ ഫേസ്ബുക്കിലേക്ക് ഒഴുക്കുകയും ആ ഫേസ്ബുക്ക് വഴി നിരന്തരം അതിൻ്റെ അൽഗോരിതത്തെ ചേഞ്ച് ചെയ്തുകൊണ്ട്, അതിൻ്റെ അൽഗോരിതത്തെ മാറ്റിക്കൊണ്ട് ഒരു പ്രത്യേക രാഷ്ട്രീയം മാത്രം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. ഇതാണ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് വളരെയധികം ഗൗരവമായി കാണുന്നത്. ഇതിനെതിരെ കർശനമായ നടപടി വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ കേന്ദ്ര IT മന്ത്രാലയം,
ഇതുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി കേന്ദ്ര സർക്കാരുമായി അടുത്ത വൃത്തങ്ങൾ ഇവരെല്ലാം തന്നെ ദില്ലിയിൽ തിരക്കിട്ട നീക്കങ്ങൾ നടത്തുകയാണ്. ഫേസ്ബുക്ക് ഈ സമയത്ത് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടതുപോലെ മറ്റൊരു സമൂഹ മാധ്യമ കമ്പനികളും ഇനി ഇടപെടരുത് എന്ന ഉദ്ദേശത്തോടു കൂടി ഒരുപക്ഷെ നിയമത്തിൽ മാറ്റം പോലും, നിയമ ഭേദഗതിക്ക് പോലും കേന്ദ്ര സർക്കാർ തയ്യാറായേക്കും. വളരെ അപകടകരമായ ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. യുവാക്കളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. യുവാക്കൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്ന തരത്തിലുള്ള സമൂഹ മാധ്യമ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ അതിന് പ്രതിരോധം തീർത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന് നേരെയുള്ള ആക്രമണമാണ് എന്ന് രാജ്യം വിലയിരുത്തിയിരിക്കുന്നു, കേന്ദ്ര സർക്കാർ വിലയിരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ചില നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നു എന്നാണ് സൂചന. അതായത് ഫേസ്ബുക്കിലേക്ക് പണമൊഴുകിയ മാർഗമെങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പോസ്റ്റ്മോർട്ടം ഉണ്ടാകും. അതായത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ടാകും. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളടക്കം ഇപ്പോൾ ഈ മാർക്ക് സക്കർബർഗിൻ്റെയും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ടീമിൻ്റെയും എല്ലാ പ്രവർത്തനങ്ങളും, ഇന്ത്യയിലെ എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇവർ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ തീർച്ചയായും കർശനമായ നടപടികൾ ഫേസ്ബുക്കിനെതിരെ വരും. മാത്രമല്ല ഫേസ്ബുക്ക് മേധാവി അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ഉന്നത നേതൃത്വം ഭയപ്പെടാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ അങ്ങനെ ഒരു ആഹ്വാനം നൽകിയിട്ടില്ല. അതായത് സമൂഹ മാധ്യമങ്ങളോട് എന്നും വലിയ ആദരവ് പുലർത്തിയിട്ടുള്ള നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണത്തിന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമും എപ്പോഴും മുൻതൂക്കം നൽകിയിട്ടുണ്ട്. സമൂഹ മാധ്യമ കമ്പനികൾക്ക് അതിൻ്റെതായ മാന്യത ഈ രാജ്യത്ത് നൽകിയിട്ടുണ്ട്. ചൈനയെ പോലെയുള്ള രാജ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളെ, ഈ ഗൂഗിളും അതുപോലെ തന്നെ ഫേസ്ബുക്കും പോലെയുള്ള സമൂഹ മാധ്യമങ്ങളെ കടപുഴക്കി എറിഞ്ഞപ്പോൾ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ വളരെയധികം പിന്തുണ ഈ സമൂഹ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പരമാധികാരവും അതുപോലെ തന്നെ സുരക്ഷയും മാനിക്കേണ്ടത് ഈ കമ്പനികളുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ ആ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ തീർച്ചയായും അതിൻ്റെ നടപടികൾ ശക്തമായിരിക്കും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ പ്രധാനമന്ത്രി അക്കാര്യം ഇതുവരെ പബ്ലിക്കായി പറഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രി ഒരു ആഹ്വാനം ഈ ഇൻസ്റ്റഗ്രാമിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെയോ നടത്തിയാൽ തീർച്ചയായും കോടിക്കണക്കിന് ജനങ്ങൾ ഫേസ്ബുക്ക് ഉപേക്ഷിച്ച് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു ആപ്പിലേക്ക് വരും. മാത്രമല്ല അതിന് നിമിഷ നേരങ്ങൾ മതി. അതുകൊണ്ട് തന്നെ ഈ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ, രാജ്യത്തിന് എതിരെ പ്രവർത്തിക്കുന്ന സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പേരെടുത്തു പറഞ്ഞൊരു ആഹ്വാനം നടത്തിയാൽ തീർച്ചയായും കോടിക്കണക്കിന് ജനങ്ങൾ ഫേസ്ബുക്ക് ഉപേക്ഷിച്ചു പോകും. പകരം ഇന്ത്യയുടേതായ ഒരു പ്ലാറ്റ്ഫോം വരിക കൂടി ചെയ്താൽ തീർച്ചയായും അത് ഫേസ്ബുക്ക് ഒരു കാരണവശാലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തിന് മുന്നിൽ ഫേസ്ബുക്ക് കീഴടങ്ങുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അത്രമാത്രം വളരെ കൃത്യതയോടുകൂടി, വേഗതയോടുകൂടി ഇന്ത്യ ഗവൺമെൻറ് ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഇപ്പോൾ ഫേസ്ബുക്ക് മറുപടി പറഞ്ഞിരിക്കുന്നു. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടത് അത് സാങ്കേതിക കാരണമാണ് എന്നുള്ള ഫേസ്ബുക്കിൻ്റെ വിശദീകരണം അത് ഇന്ത്യ അംഗീകരിക്കുന്നില്ല. ഇതുവരെ അത് വിശ്വസിക്കുന്നില്ല. മറിച്ച് മറ്റ് പല ചോദ്യങ്ങളും ഫേസ്ബുക്കിനോട് ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങൾക്കൊന്നും ഫേസ്ബുക്കിന് ഉത്തരമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇത്തരം ഒരു കാര്യം ഉണ്ടാകാതിരിക്കാൻ തീർച്ചയായും കടുത്ത നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഫേസ്ബുക്കിൻ്റെ മേധാവി മാർക്ക് സക്കർബർഗിൻ്റെ മാപ്പപേക്ഷ ഇന്ത്യ അംഗീകരിക്കുന്നില്ല. തൃപ്തികരമല്ലാത്ത വിശദീകരണം എന്നാണ് ഇന്ത്യ പറയുന്നത്. കൂടുതൽ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ നടന്ന പണമിടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണമുണ്ടാകും. മാത്രമല്ല ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ചില നടപടികൾ, നിയമ ഭേദഗതികളടക്കം കേന്ദ്ര സർക്കാർ കൊണ്ടുവരാനുമുള്ള സാധ്യതയുമുണ്ട്.